യഥാർത്ഥത്തിൽ അത് നിരന്തരം നേരിട്ട ജൂതവിരുദ്ധ അധിക്ഷേപങ്ങളിൽ കോർണറിംഗിൽ ആ കഥാപാത്രം കറപ്റ്റായി പോയതാണെന്ന് പിന്നീട് സാഹിത്യ ചർച്ചകൾ വന്നെങ്കിലും കഴുത്തറപ്പൻ പലിശപ്പണത്തിൽ അന്റോണിയോയുടെ നെഞ്ചിൽ നിന്നും ഒരു റാത്തൽ ഇറച്ചി അറുത്തെടുക്കുമെന്ന് കരാർ എഴുതിയ ഷൈലോക്ക് ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങളിൽ ഏറ്റവും കിരാതനായ കഥാപാത്രമാണ്. അതാർക്കും കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന പുരസ്കാരം. എനിക്കത് വേണ്ട, ഞാനത് വാങ്ങില്ല എന്ന് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മാത്രം മുൻപ് അങ്ങേയറ്റം പുച്ഛത്തിൽ താറ്റി അധിക്ഷേപിച്ച അതേ വെള്ളാപ്പള്ളി അതേ പുരസ്കാരം ഇന്നലെ രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങിയതാണ്. ആ നേതാവിനെ കിരാതനായ ഷൈലോക്കിനോട് ചേർത്ത് വെച്ച ധീരനായ ഒരു നേതാവുണ്ട് കേരളത്തിന്റെ, പേര് വി എസ് അച്യുതാനന്ദൻ. അടിമാലിയിലാണ് പ്രസംഗം. തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾക്ക് മുന്നിൽ നീട്ടിക്കുറുക്കലോടെ വി എസ് പറയുന്നുണ്ട്. ആ ഷൈലോക്ക് എറണാകുളത്ത് ബസ് ഇറങ്ങി കിഴക്കിന്റെ വരീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ചേർത്തല കടന്ന് കണിച്ചുകുളങ്ങരയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന് മുന്നിലെത്തി. എന്നിട്ട് നടേശനെ കണ്ട് തൊഴുതു 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 എന്നാണ് പരിഹാസം. അത് മാത്രമായിരുന്നില്ല, കേരളത്തിലുടനീളം വി എസിന്റെ പ്രചാരണങ്ങളിൽ കയ്യിൽ അഴിമതിക്കറ തീണ്ടാത്ത ധാർമ്മിക ശക്തിയിൽ മൈക്രോ ഫിനാൻസിൽ കാട്ടിക്കൂട്ടി ഉടായ്പകൾ എണ്ണിപ്പറഞ്ഞ വി എസിന്റെ മാരക വാക്കുമൂർച്ചയിൽ വെള്ളാപ്പള്ളി ചൂളിപ്പോയ കാലമാണ്, ചുരുണ്ടുപോയ കാലം. വി എസ് കിടപ്പിലായതോടെ പോരാട്ടവും കിടപ്പിലായതാണ്. അറപ്പില്ലാത്ത പച്ചവർഗീയത, മുസ്ലിം ക്രൈസ്തവ വിരുദ്ധ വർത്താനങ്ങളിൽ ആറാടിയ നേതാവിനെ, വി എസിനെ മറന്ന വി എസിന്റെ പാർട്ടി, ആ പാർട്ടിയുടെ സർക്കാർ ആഘോഷമാക്കി ഒന്നാം നമ്പർ കാറിൽ എഴുന്നള്ളിച്ച് രാഷ്ട്രീയ നെറുകേടിന്റെ വർഷങ്ങൾ പരാജയത്തിൽ തീരുന്നതല്ല. ഏതെങ്കിലും അബ്കാരി മുതലാളിമാരെയാണോ? അല്ല, സാധുക്കളായ സ്ത്രീകളെ അടക്കം കാളകൂട വഞ്ചനയുടെ 124 FIR 10 വർഷങ്ങൾക്കിപ്പുറം കോടതി മുഖമടച്ചപ്പോഴാണ് ആദ്യ കുറ്റപത്രം വൺ ആൻഡ് ഓൺലി സിംഗിൾ കുറ്റപത്രം. പേരുദോഷത്തിന്റെ പുള്ളുകുത്തിയ കുരുതിയാണ് കൊലക്കി കൊടുക്കൽ എന്ന ആർജവത്തിൽ ഇപ്പോഴും പറയുന്നു മഹേഷിന്റെ കുടുംബം. ആ ധാർമ്മിക മനസാക്ഷി വി എം സുധീറിന്റെ കത്താധാരമാക്കി ഒരു SIT ഉണ്ടാക്കാൻ സർക്കാരെ എന്തിനാ മെല്ലെപ്പോക്ക് ഒരു മുട്ടുവറ? ഏതു സംരക്ഷണം കിട്ടിയാലും, കഴുകനെ പോലെ ഉയർന്നാലും, നക്ഷത്രനിഴയിൽ കൂടുവച്ചാലും ആ മഹേഷിന്റെ കുടുംബം അനാഥമാക്കിയതിൽ പങ്കുകാരനെങ്കിൽ, പാവങ്ങളെ പറ്റിച്ച കോടിക്കണക്കിൽ അഴിമതിക്കരുണ്ടെങ്കിൽ മിസ്റ്റർ നടേശൻ കാത്തിരിക്കണം. ബൂമറാങ്ങിൽ വരുന്നുണ്ട് തിരിച്ചടിക്കാൻ പോയ കാലത്തിന്റെ കർമ്മ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ശ്രീ ഷാവ് പ്രസാദ്, അഡ്വക്കേറ്റ് ശ്രീ CK വിദ്യാസാഗർ, ശ്രീ സ്വാമി ഭദ്രാനന്ദ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ അനൂപിലേക്കാണ്. ശ്രീ അനൂപ്, പോയ സർക്കാരിന്റെ ഇഷ്ടക്കാരനായിരുന്നു വെള്ളാപ്പള്ളി, അതെല്ലാവർക്കും അറിയാം. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുപ്പം ഇരുവരും മറച്ചു വെക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ എന്ത് ഗുരുതര പരാതി ഉണ്ടെങ്കിലും അക്കാലത്ത് അദ്ദേഹം സുരക്ഷിതനാണ്. അക്കാലം കഴിഞ്ഞു, എന്നിട്ടും ആ സുരക്ഷ തുടരുകയാണോ? വെള്ളാപ്പള്ളിക്കെതിരെ അന്വേഷണത്തിന് ഈ സർക്കാരിനും ഒരു പേടിയുണ്ടോ ശ്രീ അനൂപ്? ഒരു പേടിയുമില്ല ഹാഷ്മി. ഇന്ന് അങ്ങയുടെ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ വെള്ളാപ്പള്ളിയെ തൊടാൻ പേടിയുണ്ടോന്നാണ്. ഞങ്ങൾക്കാർക്കും അങ്ങനെ പേടിയുണ്ടാവേണ്ട ഒരു കാര്യവുമില്ലല്ലോ. ഞങ്ങളാരും ഒരു മുന്നണി എന്ന നിലയിലോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലോ ഈ തെരഞ്ഞെടുപ്പിലടക്കം വെള്ളാപ്പള്ളിയുടെ ഒരു സഹായവും സ്വീകരിച്ച ആളുകളല്ലെന്നേ. വെള്ളാപ്പള്ളിയുടെ എല്ലാ പിന്തുണയും ആർക്കായിരുന്നു എന്ന് ആർക്കറിയാത്തത്? അങ്ങ് പറഞ്ഞു, ഈ പറയുന്ന ഷൈലോക്കിനെ പോലെ പ്രശസ്തമായൊരു ഷേക്സ്പീരിയൻ ഉപമയുണ്ടല്ലോ, അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് കഴുകിയാലും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായ സംശയകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കും. വെള്ളാപ്പള്ളി നടേശൻ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ മഹേശൻ്റെ ആത്മഹത്യാ കൊലപാതകം എന്ന് തന്നെ പറയണം. ആത്മഹത്യ എന്നതിലുപരിയായി ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അതുപോലെ അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ, അതൊന്നും ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ എത്ര സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും മായ്ക്കാൻ കഴിയാത്തതാണെന്നേ. അങ്ങ് വന്ധ്യവയോധികനായ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും വി എസ് ആദരവ് അർഹിക്കുന്ന നേതാവാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും വെള്ളാപ്പള്ളിയുമായി കോംപ്രമൈസ് ചെയ്യാത്ത ആളുകളാ വി എം സുധീറിനെ പോലുള്ള ആളുകളുണ്ട്. KC വേണുഗോപാൽ, അദ്ദേഹം ആലപ്പുഴയുടെ MP ആയ സന്ദർഭത്തിലും MLA ആയി മത്സരിച്ച സമയത്തും ഒരിക്കൽ പോലും വെള്ളാപ്പള്ളി നടേശന് വീട്ടിൽ പോയിട്ടില്ല. വി എസ് അച്യുതാനന്ദന് വെള്ളാപ്പള്ളി നടേശനുമായി സഹകരിച്ചൊരു ഭൂതകാലവുമുണ്ട്, നിസ്സഹകരിച്ചൊരു ചരിത്രമുണ്ട്. പക്ഷെ വി എം സുധീറിന്റെ കാര്യത്തിൽ, KC വേണുഗോപാലിന്റെ കാര്യത്തിൽ നിന്നും അത്തരം ഒരു ഔദാര്യവും ഇല്ലാതെ ആലപ്പുഴയിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളാണ് ഞങ്ങളുടെ നേതാക്കന്മാർ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇക്കാര്യത്തിലല്ല ഒരു കാര്യത്തിലും വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ സംരക്ഷിക്കേണ്ട തുടക്കത്തിൽ പറഞ്ഞു വന്നത് പോയ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളിയോട് സഹായം തേടിയിട്ടില്ല എന്നുള്ളത് ആയിരുന്നു. സഹായം നിങ്ങൾ തേടിയാൽ വെള്ളാപ്പള്ളി തരികയുമായിരുന്നില്ല. കാര്യം വെള്ളാപ്പള്ളിയുടെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് രീതിയിലാണ് ആ സർക്കാരിന്റെ വിജയത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നിങ്ങൾക്കെതിരെ പറഞ്ഞത്, നിങ്ങൾക്കെതിരെ നടത്തിയ അധിക്ഷേപങ്ങൾ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ മുന്നണിയെ നയിച്ച നേതാവിനെതിരെ ചീർത്ത തവള എന്നതടക്കം പറഞ്ഞ അസഭ്യവാക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ സഹായം അങ്ങോട്ട് ചോദിച്ചാൽ വെള്ളാപ്പള്ളി മുഖത്ത് നോക്കി ആട്ടുകയുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്, താങ്കൾക്ക് വ്യക്തമായി അറിയാം. എന്നിട്ടും ബിന്ദു കൃഷ്ണ അടക്കമുള്ള അനുഗ്രഹം തേടി അങ്ങോട്ടേക്ക് പോയി. ഷനൂപ്, എൻ്റെ ചോദ്യം അതായിരുന്നില്ല. എൻ്റെ ചോദ്യം, ഇവിടെ മഹേഷിൻ്റെ ഭാര്യ അവർ നേരിടുന്ന ഇപ്പോഴും നേരിടുന്ന ഗുരുതരമായ ഈ പറയുന്ന രീതിയിലുള്ള പീഡനങ്ങൾ, ക്രൂരതകൾ, മാനസിക പീഡനങ്ങൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കത്ത് കൊടുക്കുന്നു.
അതിനുശേഷം VM സുധീരൻ വീണ്ടും ഒരു കത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു നടപടിയില്ലാന്നേ. അതിൽ ചെന്നിത്തല ഒരു SIT പറ്റി അന്വേഷണത്തെ പറ്റി കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്താണ് ഒരു മെല്ലപ്പോക്ക്? പറയാൻ മടി എന്താണത്? ഇത്തരം ആശങ്കകളെ സർക്കാർ അഡ്രസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടെന്നേ. ഇപ്പൊ VM സുധീരൻ എന്ന് പറഞ്ഞ ആരാ? VM സുധീരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലടക്കം ഒരു വലിയ ഇരിപ്പിടം നൽകപ്പെട്ട നേതാവാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി VM സുധീരനെ പോയി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് കാണുന്നുണ്ട്. അന്ന് പറഞ്ഞത് എന്താ? എന്നെ ശാസിക്കാൻ പോലും അധികാരമുള്ള ഒരു വ്യക്തിയാണ് VM സുധീരൻ എന്ന് പറയുമ്പോൾ VM സുധീരൻ പറയുന്ന വാക്കുകളെ അങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിയുമോ? അത് അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി VM സുധീരനെ പോലെ ആൾ ഉയർത്തുന്ന ആശങ്കകളെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി പരിഗണിക്കപ്പെടുന്ന ഒരു സംശയവും വേണ്ട. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല ഹാഷ്മി പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പിലും ഇപ്പൊ VM സുധീരൻ ആലപ്പുഴയിൽ MP ആയി പലതവണ മത്സരിച്ച ആളാ. KC വേണുഗോപാൽ മത്സരിച്ച ആളാ. MP ആയി MLA ആയും. ഒരു തെരഞ്ഞെടുപ്പിലും ഇവരുടെ ഒന്നും സഹായം VM സുധീരനോ KC വേണുഗോപാലോ തേടിയിട്ടില്ല എന്നാ. VS അച്യുതാനന്ദനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. അദ്ദേഹം അഭിവന്ദനായ നേതാവാണ്, അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിച്ച ഒരു ഭൂതകാലം VS അച്യുതാനന്ദനുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ഔദാര്യവും കൈപ്പറ്റാത്ത നേതാക്കളാണ് ഈ VM സുധീരനായാലും KC വേണുഗോപാലും. VM സുധീരൻ കട്ടപ്പുറത്ത് കയറ്റിയെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഒന്നുമില്ല. വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കുന്നു പറഞ്ഞവരൊക്കെ വലിയ ഒരു ജയിച്ച ചരിത്രമേ ഉള്ളൂ. ഈ 2004 തോറ്റു VM സുധീരൻ. അത് തോറ്റെന്തുകൊണ്ടാണ്? അത് വെള്ളാപ്പള്ളി പേടിപ്പിച്ചതുകൊണ്ടല്ല. അത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് പ്രശ്നങ്ങളും പല കാരണങ്ങളും പലയിടങ്ങളും തോക്കാനുണ്ട്. അതിനുപരി ഇലക്ഷൻ ഉണ്ടായി 98 വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി നിന്ന് തോപ്പിക്കാൻ വേണ്ടി വാദിച്ച തെരഞ്ഞെടുപ്പാണ് ആരെ? VM സുധീരനെ. അന്ന് ജില്ലാ സമ്മേളനം വിളിച്ചു. ആർക്കെതിരെ? സുധീരനെതിരെ. സുധീരൻ അവിടെ കോൺഗ്രസിൽ സമ്മേളനം നടത്തി വെള്ളാപ്പള്ളി വോട്ട് എനിക്ക് വേണ്ട എന്ന് ഈ സുധീരൻ പറഞ്ഞിട്ട് മാരകപുരം ജയിക്കുമെന്ന് മാത്രമല്ല 2004 തോറ്റ തെരഞ്ഞെടുപ്പിൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, ചെന്നിത്തല തോറ്റ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഒരുപാട് പേർ ആ കൂട്ടത്തിൽ തോറ്റു വന്ന് അതിൽ 1000 ചില്ലുവാനും വോട്ടിന് മാത്രം പുരുഷൻ തോറ്റ നേതാവാണ് VM സുധീരൻ. അതുകൊണ്ട് കട്ടപ്പുറത്ത് കയറ്റി എന്നൊക്കെ വെള്ളാപ്പള്ളിക്ക് പറയാൻ എന്താ അവകാശം? അല്ല, അത് മാത്രമല്ല ഹാഷ്മി മനസ്സിലാക്കേണ്ടത്, അന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും 19 സീറ്റിലും UDF തോറ്റ ഒരു തരംഗം. ചാലക്കുടി പോലെ അന്നത്തെ പഴയ മുകുന്ദപുരത്ത് ലീഡർ ശ്രീ K കരുണാകരന്റെ മകൾ പത്മജ അടക്കം ഈ പറയുന്ന 1 ലക്ഷത്തിനോ അടുത്തുള്ള വോട്ടിന് തോൽക്കുമ്പോൾ ആലപ്പുഴ പോലൊരു സ്ഥലത്ത് ആയിരക്കണക്കിന് വോട്ടിനാണ് VM സുധീരൻ തോൽക്കുന്നത്. ആ ഒരു അപരനപ്പുറത്തുണ്ട്. അതൊരു തോൽവിയല്ല. സാങ്കേതികമായി തോൽവി തന്നെയാണെങ്കിൽ പോലും ഈ പറയുന്ന തോൽവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിച്ചു എന്ന് അവകാശപ്പെടാൻ മാത്രം ഒരു കഥയില്ല. 1099 വോട്ടുകൾക്കാണ് അന്ന് VM സുധീരൻ തോക്കുന്നത്. അന്ന് ഈ കരിമണൽ എൻ്റെ ടീമുകൾ സകലമാന ശക്തികൾ കൂടെ വെള്ളാപ്പള്ളി കൂടെ ചേർന്ന് തോപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൽ ഞാൻ തോപ്പിച്ച് കട്ടപ്പുറത്ത് കയറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബോധമില്ലായ്മ എന്നേ പറയാനുള്ളൂ. വാക്കിന് ക്ഷമിക്കണം. അത് മാത്രമല്ല ഹാഷ്മി ഒന്നും ഓർക്കണം. VM സുധീരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം VM സുധീരനെ പോലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ KPCC പ്രസിഡന്റ് ആയതിനെ പിന്തുണയ്ക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ VM സുധീരൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ പിന്തുണച്ച് സഹായിക്കരുത്, ആ പിന്തുണ അപമാനകരമാണ് എന്ന് ആർജവത്തോടു കൂടി പറഞ്ഞ ആളാണെന്നേ. ഒരു ഘട്ടത്തിലും ഇങ്ങോട്ട് പിന്തുണയ്ക്കാൻ വന്നിട്ടും വേണ്ട പിന്തുണ എന്ന് പറഞ്ഞ ഒരാളാണ് VM സുധീരൻ. അപ്പൊ VM സുധീരനെ ഒന്നും കട്ടപ്പുറത്ത് കയറ്റാൻ വെള്ളാപ്പള്ളി നടേശനല്ല ആ ഗണത്തിൽപ്പെട്ട ആര് വിചാരിച്ചാലും കഴിയില്ല. ഇപ്പോഴും അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ധാർമ്മിക മനസാക്ഷിയുടെ ശബ്ദ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അടക്കം കൊടുക്കുന്ന പ്രാധാന്യം, അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് വിളിക്കുന്നു, അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ. അപ്പൊ ഞാനതാണ് പറഞ്ഞത്, VD സതീശനെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വീട്ടിൽ പോയി കണ്ട് എന്നെ ശാസിക്കാൻ അധികാരമുള്ള ഒരാളാണ് VM സുധീരൻ എന്ന് പറഞ്ഞ ആളുടെ വാക്കിനെ വീൺവാക്കായി കാണാൻ, പാഴ്വാക്കായി കാണാൻ VD സതീശന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, ഞാൻ പറഞ്ഞത് VM സുധീരന്റെ കത്ത് പോട്ടെ, അവിടെ ഇവിടെ P ഉഷ അടുക്കൽ സി വിദ്യാസാഗർ, ഇവിടെ CK വിദ്യാസാഗർ, ഇവിടെ VM സുധീരൻ പറഞ്ഞത് പോട്ടെ, ഇവിടെ P ഉഷാദേവി എന്ന് പറയുന്ന മഹേഷിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവർ മുഖ്യമന്ത്രി കൊടുത്ത കത്തിന്റെ രണ്ടാമത്തെ വരി സെക്കൻഡ് പാരാഗ്രാഫ് ഇങ്ങനെയാണ്: കഴിഞ്ഞ 4 വർഷമായി ഞാൻ നീതിക്ക് വേണ്ടി പോരാടുകയാണെന്ന് എന്നെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് വെള്ളാപ്പള്ളിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. KK മഹേഷിന് അനന്തരവനും CPM-ന്റെ ചെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന MS അനിൽകുമാർ SNDP ചേർത്തല യൂണിയൻ വക ബിൽഡിംഗിൽ നടത്തിവരുന്ന ബേക്കറി ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകുകയും കേസ് കൊടുക്കുകയും ബേക്കറി ഹൗസിന് എടുത്തിരുന്ന ജപ്പാൻ കുടിവെള്ള കണക്ഷൻ കട്ട് ചെയ്യുകയും വേസ്റ്റ് വെള്ളം ഒഴുകുന്ന പൈപ്പ് ലൈനും ടാങ്കും നശിപ്പിക്കുകയും 3 വനിതകളടക്കം 7 പേർ ഉപയോഗിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലെ ടോയ്ലറ്റ് സംവിധാനം അവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റാത്ത വിധം തടയുകയും സ്ത്രീകളെ ഉപയോഗിച്ച് ബേക്കറിയുടെ മുമ്പിൽ കട ഒഴിയണം ആവശ്യപ്പെട്ട് സമരം നടത്തുകയും ചെയ്തു. കൂടാതെ എൻ്റെ ഭർത്താവിനെതിരെ അപവാദ പ്രചരണത്തിൽ SNDP മീറ്റിങ്ങുകളിലും എൻ്റെ വീടിന് മുന്നിലൂടെ മൈക്ക് അനൗൺസ്മെന്റ് ചെയ്തും കണിച്ചുകുളങ്ങരയിൽ പ്രകടനവും സമ്മേളനവും വെച്ച് എൻ്റെ ഭർത്താവിനെ വളരെ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പ്രസംഗിക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നത് ഞാനും കുടുംബാംഗങ്ങളും കേസുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം.
ശ്രീ സി കെ വിദ്യാസാഗർ, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെയും കുടുംബത്തെയും പിന്നെയും പിന്നാലെ നടന്ന് മാനസികമായും അല്ലാതെയും വേട്ടയാടുന്നതിന്റെ കഥകളാണ് കത്തി പറയുന്നത്. അന്വേഷണം വേണ്ടേ ശ്രീ വിദ്യാസാഗർ? തീർച്ചയായിട്ടും വേണം. അതിനു വേണ്ടിയിട്ട് മഹേഷിൻ്റെ ആത്മഹത്യ വാർത്ത പുറത്തു വന്ന നാളുകൾ മുതൽ ഞങ്ങളെല്ലാവരും അത് സമഗ്രമായിട്ട് അന്വേഷിക്കണം. അത് വെറും ഒരു സാധാരണ രീതിയിലുള്ള ഒരു ആത്മഹത്യ അല്ല. അത് ആത്മഹത്യയുടെ മുനമ്പിലേക്ക് ആ മനുഷ്യനെ തള്ളി വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കരങ്ങളും അതുപോലെ വെള്ളാപ്പള്ളിയുടെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ കരങ്ങളും എല്ലാം കളങ്കിതമാണ്. ആ കൈകളിലെല്ലാം അതിൻ്റെ രക്തക്കറ പുരണ്ടിട്ടുണ്ട്. അതല്ലാതെ അയാൾ പോയിട്ട് എന്തോ കണ്ട് പേടിച്ചു പോയി ആത്മഹത്യ ചെയ്തതല്ല. അയാളെ ഈ മുഴുവൻ കാര്യങ്ങളും അയാളെ കൊണ്ട് ചെയ്യിക്കുക, എന്നിട്ട് അവസാനം ഇതിൻ്റെ എല്ലാം സമ്പത്ത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്താവുന്ന കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം പഴി അയാളുടെ പുറത്തേക്ക് ചാരി വെക്കത്തക്ക വിധത്തിൽ തന്ത്രപരമായി കരുക്കളും റെക്കോർഡുകളും സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നിൽക്കക്കള്ളിയില്ല എന്ന ഒരു തോന്നലിലാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. ഞാൻ അന്ന് പറയുകയുണ്ടായി, ഈ ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ചിട്ട് പോയിട്ട് മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടല്ലോ, ആ ടെക്നോളജി മഹേശന് അറിയാമല്ലാതെ പോയി. അതറിയാമായിരുന്നുവെങ്കിൽ അയാൾ അപ്രകാരം മനുഷ്യ ബോംബായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയി ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ബോംബ് പൊട്ടിച്ച് അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അത്രമാത്രം ആ മനുഷ്യൻ അയാൾ എഴുതി വച്ചിരിക്കുന്ന കുറിപ്പിലെ ഈ 32 പേജിൽ അത് അത്രമാത്രം ആഴത്തിൽ നമുക്ക് സ്പർശിക്കും. വിദ്യാസാഗർ, ഇനി പത്മഭൂഷൺ വെള്ളാപ്പള്ളി നമ്മൾ ബഹുമാനത്തോടുകൂടി പറയണോ? കാര്യം രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരം കിട്ടിയ ഒരാൾ കൂടിയാണ്. ബഹുമാനിക്കേണ്ടി വരുമോ? അല്ല, എനിക്ക് വാസ്തവത്തിൽ ആദരണീയനായ നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിയോടും അതുപോലെ ഞാൻ വളരെ ആദരിക്കുന്ന എനിക്ക് ഗുരുസ്ഥാനീയനായ ജസ്റ്റിസ് കെ ടി തോമസ് സാറിൻ്റെ ഒക്കെ അവസ്ഥ, ഇദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഇങ്ങനെ ഇത് മേടിക്കാനായിട്ട് ഈ പത്മഭൂഷൺ ബഹുമതി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കേണ്ടി വന്ന അവസ്ഥയോർത്തപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഒരു വിഷമം തോന്നി മനസ്സിൽ എവിടെയോ. കാരണം ഇത് ഇത്തരക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ഈ പത്മഭൂഷൺ എങ്കിൽ ഇത് വലിയ കഷ്ടമാണല്ലോ ഇതിനോടൊപ്പം പോയി നിന്ന് മേടിക്കേണ്ടി വന്നത് എന്ന് എനിക്ക് വാസ്തവത്തിലും മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായി. ജസ്റ്റിസ് കെ ടി തോമസ് ഞാനൊക്കെ ജൂനിയർ വക്കീലായിട്ട് കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു റോൾ മോഡലാണ് ബാറിലെ അദ്ദേഹം. ഞങ്ങളുടെയൊക്കെ ഒരു വളരെ ആദരണീയനായ ഒരു സീനിയറായ ഏറ്റവും തിരക്കുള്ള ബാറിലെ ഒരു അഭിഭാഷകനും ഞങ്ങൾക്കൊക്കെ നല്ല ഉപദേശങ്ങൾ തരുന്ന ഒരു സീനിയർ ലോയറും കൂടിയായിരുന്നു. അദ്ദേഹം സുപ്രീം കോടതി വരെ വളർന്ന് വലിയ ആൽവൃക്ഷമായി വളരെ നിർണായകങ്ങളായ ഒരുപിടി നല്ല തീരുമാനങ്ങളും നല്ല ന്യായാധിപനെന്ന് പേരെടുത്ത ഒരു മഹൽ വ്യക്തി. അദ്ദേഹത്തിന് ഈ 125 150 ക്രിമിനൽ കേസിൽ പേര് ചേർക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ കൂടത്തിൽ പോയി നിന്ന് ഇത് മേടിക്കേണ്ട വന്നല്ലോ എന്ന് എനിക്കൊരു ദുഃഖം തോന്നി പറയുകയാണ് സാന്ദർഭികമായിട്ട്. ഷാവ് പ്രസാദ്, ഇന്നലെയാണ് രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം വെള്ളാപ്പള്ളി ഏറ്റുവാങ്ങുന്നത്. ആ പുരസ്കാരങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് എന്ന് ആ പുരസ്കാരങ്ങളെ അധിക്ഷേപിക്കുക വഴി രാജ്യത്തെ അധിക്ഷേപിച്ച ആളാണ് ഇദ്ദേഹം. അതും പോരാ, ഇത്രയധികം കേസുകൾ. ഈ കേസുകളൊക്കെ എന്താണ്? ഏതെങ്കിലും കാശുകാരൻ്റെ പണം അടിച്ചു മാറ്റി എന്നുള്ളതല്ല. പാവങ്ങളിൽ പാവങ്ങളായ സാധു സ്ത്രീകളായ ഈഴവരെ പറ്റിച്ച അത്രയധികം FIR ഉണ്ട്. അത് അദ്ദേഹം തെറ്റുകാരനാണോ അല്ലെങ്കിൽ കോടതി പറയട്ടെ, പക്ഷെ അത് പ്രതിയാണ്. അത്രയും കേസുകളിൽ ഉള്ള പ്രതിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാവില്ലേ ആ പരമോന്നത പുരസ്കാരം? യഥാർത്ഥത്തിൽ ആ പുരസ്കാരത്തിനെ അപമാനിക്കലായിരുന്നില്ലേ ശ്രീ ഷാബു ആ ചെയ്ത്ത്? ഞാൻ ഹാഷ്മി പറഞ്ഞതിനോടും ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട വിദ്യാസാഗർ പറഞ്ഞതിനോടും ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാര്യം എനിക്ക് ഈ വെള്ളാപ്പള്ളിയെ പോലൊരു മനുഷ്യന് പത്മഭൂഷൺ കൊടുത്തതിൻ്റെ അകത്ത് വളരെ ആത്മാർത്ഥമായ ശക്തമായ വിമർശനമുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഹാഷ്മി, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണത്.
ഇനിയിപ്പം കാര്യം എനിക്കത് തുറന്നു പറയാൻ പറ്റും. അതെ. ഇനി ഇതിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും എന്ത് വിമർശനം ഉണ്ടായാലും എനിക്കത് പ്രശ്നമില്ല. പക്ഷേ അതൊരു വാസ്തവമാണ്. അതേപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പിനാരായണന് ഇതേപോലെ അവാർഡ് കൊടുത്തപ്പോഴും എൻ്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. എനിക്കതിൻ്റെ അകത്ത് ശക്തമായ വിമർശനമുണ്ട്. ഷാപ്രസാദ്, ഇവിടെ ഇപ്പം ഈ ഉഷാദേവി പറയുന്നത് എന്താണ്? ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യമോ മമതയോ ഇല്ലാതെ എൻ്റെ ആശങ്കകൾ സർക്കാരെ അങ്ങ് കേൾക്കണം എന്ന് പറയുകയാണ്. അതിന് കാരണം എന്താണ്? 32 പേജുള്ള ചോരയിൽ കുതിർന്ന എന്ന മട്ടിൽ, കണ്ണീരിൽ കുതിർന്ന മട്ടിൽ ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലടക്കം എടുത്തുകൊണ്ട് പോയ ഫോണടക്കം തെളിവുകളടക്കം ഒരന്വേഷണം മുന്നോട്ടേക്ക് പോയിട്ടില്ല. അത് അന്വേഷിക്കണം എന്നൊരു വിധവ ആവശ്യപ്പെടുന്നത് തികച്ചും ന്യായയുക്തമല്ലേ സുഷാവ് പ്രസാദ്? 100% സംശയം എന്താണ് അക്കാര്യത്തിൽ? അതിനകത്ത് ഞാനിപ്പോഴും ഇപ്പം അനൂപ് ഇവിടെ ഇരുന്ന് കുറേയധികം പറഞ്ഞു. ഞാനതല്ല ആലോചിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ പൊതുവേ എൻ്റെ ഒരു നിലപാട്, പേഴ്സണൽ നിലപാടാണ്, ഈ സർവ്വ സാമുദായിക സംഘടനകൾക്ക് ഞാനെതിരാണ്. ഈ NSS, SNDP ഇങ്ങനെയൊക്കെയുള്ള, എന്നാൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത മഹാന്മാരായ വ്യക്തികളുണ്ട്. നാരായണ ഗുരുദേവനും കുമാരനാശാനും മന്നത്ത് പത്മനാഭനും ഒക്കെ ചെയ്ത അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എവിടെ കിടക്കുന്നു? ഇപ്പോഴത്തെ ഈ സാമുദായിക നേതൃത്വത്തിൻ്റെ ആ നിലപാടും അവരുടെ സ്വഭാവവും ഒക്കെ എവിടെ കിടക്കുന്നു? സത്യത്തിൽ ഇവിടെ ടോട്ടൽ സമൂഹത്തിന് പോയിട്ട് ആ സമുദായത്തിന് പോലും 10 പൈസയുടെ പ്രയോജനമില്ലാതെ സ്വന്തം കീശ വീർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതം വളർത്താൻ വേണ്ടി തിന്നു കൊഴുക്കുന്ന ചില തേരട്ടകളാണ് ഇവിടുത്തെ ഈ സാമുദായിക നേതാക്കന്മാർ, സാമുദായിക സംഘടനകളും സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. പല കാര്യങ്ങളിലും എനിക്ക് VD സതീശനോട് അഭിപ്രായ വ്യത്യാസവും എതിർപ്പുമുണ്ടെങ്കിലും എനിക്ക് VD സതീശനോട് ബഹുമാനം തോന്നിയ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. NSSന് സുകുമാരൻ നായരുടെ കാല് പിടിക്കാൻ പോയിട്ടില്ല എന്നുള്ളത്. ഈ ഇങ്ങനെയുള്ള കുറച്ച് സാമുദായിക നേതാക്കന്മാരുടെ കാല് പിടിക്കാൻ VD സതീശൻ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനം തോന്നിയ കാര്യമാണ്. അതിന് ഇപ്പോൾ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ VD സതീശൻ്റെയോ ജയപരാജയങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ എടുത്ത നിലപാട് തന്നെ NSSനോടും SNDPയോടും എടുക്കുമായിരുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് തന്നെയായാലും ശരി. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതലുണ്ട് ഈ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് അപ്പോയിൻമെൻറ്റ് പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്തിനാണ് VD സതീശൻ മടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ മടിച്ചു നിൽക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. അതിൻ്റെ അകത്ത് അവർക്ക് രാഷ്ട്രീയമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടോ? ഇപ്പം VM സുധീരനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ ഹാഷ്മി. അദ്ദേഹം എന്നും ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോഴും അദ്ദേഹം ഇതേപോലെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ജോലിയായിരുന്നു അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. കരുണാകരന് VM സുധീരനെ കണ്ണിന് കണ്ടുകൂടായിരുന്നു. ആ ഏരിയയിൽ എടുപ്പിക്കില്ലായിരുന്നു സുധീരനെ. സുധീരൻ ഇപ്പം എല്ലാ കാലവും സുധീരൻ പറയുന്നത് പ്രാക്ടിക്കൽ ആണോ എന്ന കാര്യം നമുക്ക് വേറെ കാര്യം. പക്ഷേ ഒരു കഷ്ണമാണ് സുധീരൻ ഈ അഴിമതി എന്ന് പറയുന്ന അല്ലെങ്കിൽ അധർമ്മത്തിന്റെ അടുത്തുകൂടെ പോകാത്ത, അതിന്റെ കറതയുണ്ടാത്ത ഒരു ധാർമ്മിക മനസാക്ഷിയാണ്. എല്ലാ സമയത്തും ഒരു ഭരണ പാർട്ടിക്ക് അത് പ്രാക്ടിക്കൽ ആണെന്ന് വേറെ ചോദ്യം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. VR അനൂപ്, ഇവിടെ നോക്കൂ. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ ആത്മഹത്യയിലെ 32 പേജിലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കാര്യമായ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അന്വേഷണത്തിന് ഏജൻസി വന്നു, ഏതോ ഉദ്യോഗസ്ഥ വന്നതേ ഉള്ളൂ. ഈ പറയുന്ന ഉഷാദേവി ഒന്നും ഫോണിൽ പോലും വിളിച്ചിട്ടില്ല. 1. 2, ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിന് ചെറിയ പലിശയിൽ പണം കൊടുക്കാൻ വേണ്ടി ഈ പണം എടുക്കുന്നു. മേലുദ്യോഗസ്ഥർ ഒത്താശയിൽ അക്ഷരാർത്ഥത്തിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി, വ്യാജ ബെനിഫിഷ്യറി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, വ്യാജ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കി, സൈഫൺ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ വേണം ED വരാൻ പറ്റിയ കേസാണ്. വ്യാജമായി ഗുണഭോക്താക്കളെ ലിസ്റ്റ് ഉണ്ടാക്കി എന്നടക്കമുള്ള കേസാണ്. 10 വർഷമായി. 10 വർഷത്തിൽ 124 FIRകളിൽ ഒറ്റ കുറ്റപത്രം. എങ്ങനെയാണ് വന്നത്? അതും കോടതി ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല, കോടതിയിലേക്ക് ഇനി കുറ്റപത്രം പോകാൻ കഴിയില്ല എന്ന രീതിയിൽ കോടതി കടുപ്പിച്ചപ്പോൾ മാത്രം ഒരേ ഒരു കുറ്റപത്രം. അന്വേഷണം ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിന് അതിൽ പരം ദൃഷ്ടാന്തം ആവശ്യമുണ്ടോ? എത്ര SIT വന്നു ഇക്കാര്യത്തിൽ? എത്ര SIT വന്നു ശ്രീ VR അനൂപ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അന്വേഷിക്കാൻ ഞങ്ങളുടെ SIT പ്രഖ്യാപിക്കുന്നത്? ഇതിനോടകം ഒരു പ്രഖ്യാപനം ഉണ്ടാവാത്ത എന്താണ് ശ്രീ VR അനൂപ്? ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഞാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ
കോൺഗ്രസ് പാർട്ടിയുടെ ഏത് നേതാവിനെതിരെ വരുന്ന വിമർശനങ്ങളെയും ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു ബാധ്യത എനിക്കുണ്ട്. ഇവിടെ ബഹുമാന്യനായ ഷാഹു പ്രസാദ് പറഞ്ഞെന്താ, വി എം സുധീരന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നു എന്നാ. വി എം സുധീരന് ലാഭനഷ്ടങ്ങൾ നോക്കാതെ വി എം സുധീരൻ വളരെ സജീവമായി നിൽക്കുന്ന സമയത്ത് ഇത്തരം നിലപാടുകൾ എടുത്തിട്ടില്ലേ? നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്തും വെള്ളാപ്പള്ളി അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അത് പോട്ടെ എന്ന് പറഞ്ഞ് നിലപാടെടുത്ത ആളാ. അപ്പം അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ ഈ പറയുന്ന അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത സമയത്ത് എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞ് ലഘൂകരിച്ച് കാണുന്നത് ശരിയല്ല. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈ സൂചിപ്പിച്ചതുപോലെ കെ കരുണാകരൻ, എ കെ ആന്റണി അദ്ദേഹത്തിൻ്റെ നേതാവാണ്, അതുപോലെ ഉമ്മൻചാണ്ടി അടുത്ത സഹപ്രവർത്തകനാണ്. ഈ വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പ്രശ്നാധിഷ്ഠിതമായി ഇഷ്യൂ ബേസ്ഡായി മുഖം നോക്കാതെ നിലപാടെടുത്ത ആളാണ്. ഇപ്പോൾ വി ഡി സതീശനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? വി ഡി സതീശനോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളല്ലേ വി എം സുധീരൻ? അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അങ്ങോട്ട് പോയി കാണാൻ മാത്രം ആദരണീയനായ ഒരു നേതാവാണ് വി എം സുധീരൻ. അപ്പോൾ വി എം സുധീരൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ അത് വ്യക്തിയധിഷ്ഠിതമല്ല, ഇഷ്യൂ ബേസ്ഡ് ആണ് എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മുഖം നോക്കാതെ അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കാതെ ഉള്ള ഒരു ആദർശത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെയാണ് വി എം സുധീരൻ പൂരിപ്പിക്കുന്നത്. അത് കേരളീയ പൊതുസമൂഹത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കക്ഷി ഒരു കോൺഗ്രസിനും ഗുണകരാണെന്നേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങ് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, വി എം സുധീരനെ പോലൊരാൾ അത്തരമൊരു നിലപാടെടുത്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അത് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ലെന്നേ. അത് പരിഗണിക്കപ്പെടും. വി എം സുധീരൻ്റെ ആശങ്കകൾ എന്ന് പറയുന്നത് വ്യക്തിപരമല്ല, അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് കേരളീയ പൊതുസമൂഹത്തെ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടെ അത് പരിഗണിക്കും. അതിന് ശുഭപര്യവസായിയായ ഒരു തീരുമാനം ഉണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു അതിനെപ്പറ്റി കമാന്ന് മിണ്ടുന്നില്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഇതുവരെയും കമാന്ന് മിണ്ടുന്നില്ല. മാത്രമല്ല ഈ വി എം സുധീരന്റെ താല്പര്യത്തിനപ്പുറം അദ്ദേഹത്തിന്റെ വിധവ അത് പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യം എന്താണെന്നാണ് എൻ്റെ ചോദ്യം. കാര്യം എന്താണ്? ഇപ്പോൾ ഇനി ഇപ്പോൾ എല്ലാ കാലത്തും ഈ രാഷ്ട്രീയ ഫേവറൊക്കെ നോക്കാറുണ്ടല്ലോ. ശ്രീ അനൂപ്, പോയ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തോപ്പിക്കാൻ പരമാവധി പണിയെടുത്ത ആളുടെ പേരാണ് വി ഡി സതീശ്, വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങളെ തോപ്പിക്കാൻ നിങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങളുടെ കൂരമ്പുകൾ നിറച്ച് അല്ലെങ്കിൽ പിണറായിക്കൊപ്പം നിന്ന് ഇടതുപക്ഷത്തെ വാനോളം ആകാശത്തോളം പുകഴ്ത്തിയ പിണറായി ആകാശത്തോളം പുകഴ്ത്തിക്കൊണ്ടേയിരുന്ന ഈ പറയുന്ന അയ്യപ്പ സംഘം ശബരിമലയിലെ ക്ഷേത്രക്കൊള്ളയിലടക്കം എല്ലാവിധ കാര്യങ്ങളും മൃദുവായി മാത്രം പറഞ്ഞ് ആ മുന്നണിയെ ജയിപ്പിക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത ആളാണ് വെള്ളാപ്പള്ളി. നിങ്ങൾക്ക് അയാളോട് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിബദ്ധത ഉണ്ടാവേണ്ട കാര്യമില്ല ഇനി രാഷ്ട്രീയ ലീനിയേജിന്റെ കാര്യം നോക്കിയാലും. ശ്രീ അനൂപ്, അല്ല, ഞങ്ങളതിന് വ്യക്തിപരമായ കാണുന്നില്ലെന്നേ. വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറയുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞ ഒന്നാണ്. അതിനപ്പുറത്ത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉയർത്തിയ ഒരു വലിയൊരു കോസില്ലേ, വർഗീയതക്കെതിരെ, വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ. അപ്പോൾ അത്തരം ആളുകളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇല്ല എന്ന് മാത്രമല്ല, അത് ഈ പൊതുസമൂഹത്തിന് നിന്നുള്ളൊരു ശബ്ദം എന്നുള്ള രീതിയിൽ ഒരു മഹേശൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ വിധവ ഒരു കാര്യം അവതരിപ്പിക്കുന്നു, വി എം സുധീരനെ പോലൊരു നേതാവ് അത് നേതൃത്വത്തിന് അയക്കുന്നു, അത് പരിഗണിക്കപ്പെടുന്നേ. അങ്ങനെ വി എം സുധീരനെ പോലൊരു നേതാവ് പറയുന്ന വാക്കുകളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചവിറ്റുകൊട്ടയിൽ ഇടില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പറയാണ്. അങ്ങനെ വി എം സുധീരൻ പറയുന്ന ഒന്നിനെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. അല്ല, വി എം സുധീരൻ മാത്രമല്ല, ഉഷാദേവിയുടെ കത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സാർ, എന്റെ ഭർത്താവ് SNDP കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി, മൈക്രോ ഫിനാൻസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായിരുന്ന കെ മഹേഷ് SNDP കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ ആത്മഹത്യ ചെയ്തിട്ട് 4 വർഷം തികയുന്നു. 2020 ജൂൺ 24-ാം തീയതിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് അതിന് കാരണക്കാരായവരുടെ നടപടികളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ 2 തവണ പരാതി നൽകിയിരുന്നു. അന്നു ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേസ് അന്വേഷിക്കുന്നതിന് ദക്ഷിണമേഖല IG ഹർഷിത അട്ടല്ലൂരിയെ തീരുമാനിച്ച് ഉത്തരവായെങ്കിലും നാളിതുവരെ ആ ഉദ്യോഗസ്ഥ കേസുമായി ബന്ധപ്പെട്ട് എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥ അവിടെ നിയമിച്ചു, ഉദ്യോഗസ്ഥ ഏതോ വഴിക്കങ്ങ് പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ പോയ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പിണറായിക്ക് തന്നെ നമ്മുടെ ഇതേ വി എം സുധീരൻ തന്നെ പല കത്ത് കൊടുത്തു, ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ തന്നെ നടക്കുമായിരുന്നു. അതേ വിധി ഇവിടെ വരരുത്. കാര്യം ഈ കത്തുകളിലെ കണ്ണീര് സർക്കാർ കാണണം. ആത്മഹത്യ ചെയ്ത ശ്രീ കെ മഹേഷിനെ പറ്റി ഈ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന്റെ മകനും നിരന്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു പ്രതികരണം ഒന്ന് കേൾക്കാം. അദ്ദേഹം മരിച്ചുപോയ മഹേശ്വരൻ അവൻ ഒരു കഥയും പറഞ്ഞതില്ല, 10 സെന്റ് കിടന്നവനാണ്. അവൻ മരിച്ചെങ്കിൽ അന്വേഷിക്കട്ടെ. ആ മഹേശ്വരൻ വീട്ടുകാരൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ്. കോൺഗ്രസ്സുകാരനെ ഇദ്ദേഹം വരുത്തി അവന്റെ അനന്തരനെ കൊണ്ടും ഭാര്യയെ കൊണ്ടും ഒരു വെച്ചിട്ട് മേടിച്ചു കൊടുത്തത് നേരെ ഇന്നത്തെ മുഖ്യമന്ത്രി സതീശനെങ്കിലും പരാതി കൊടുക്കുകയാണ്. ആ സതീശനെങ്കിൽ മാത്രമല്ല ഇന്നത്തെ അഭ്യർത്ഥന വന്നിരിക്കും, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരുപാട് അന്വേഷണം നടക്കട്ടെ. ശ്രീ ഭദ്രാനന്ദ, ഇവിടെ നമ്മൾ മരണശേഷം മരിച്ചയാളെ അധിക്ഷേപിക്കുകയാണ്. ഇപ്പം
മരണശേഷം മരിച്ച ആളെ ഈ എന്താണ് ബഹുമാനിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാതിരിക്കൽ എന്നുള്ളതാണല്ലോ മനുഷ്യാന്തസ്. കള്ളൻ, കൊള്ളക്കാരൻ, മോഷ്ടാവ്, സ്ത്രീലമ്പടൻ, അദ്ദേഹത്തിന്റെ ഭാര്യ താഴെ കടയിലിരിക്കുമ്പോൾ ഈ മര്യാദകേടുകൾ മുകളിൽ മൈക്കിട്ട് പ്രസംഗിക്കുക ഒന്നാം തരം ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യം വരുന്നത് എങ്ങനെയാണ് ശ്രീ കേന്ദ്രത്തിൽ പിടിയുണ്ട്, കേരളത്തിൽ ഏത് ഭരണം ആര് മാറിയാലും ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന ധൈര്യമാണ്. ആ ധൈര്യം അവസാനിപ്പിക്കണം. ശ്രീ ഹാഷ്മിജി, ഇത് വെള്ളാപ്പള്ളിയല്ലേ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സൈഡിൽ വെള്ളാപ്പള്ളിയുടെ ധാർഷ്ട്യമല്ലേ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി ആരാണ്? അയാൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീനാരായണീയരുടെ കാര്യത്തിൽ ഇടപെടാൻ? അയാൾ SNDPയിൽ നുഴഞ്ഞു കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് എനിക്കറിയാം. അയാൾക്കെതിരെ ആരും ചോദിക്കാനും സംസാരിക്കാനും ഇല്ല എന്നുള്ള ഹുങ്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ അവിടെ തെണ്ടി നടന്നിട്ട് എരന്ന് പിടിച്ച് മേടിച്ചിട്ടുള്ള ഒരു പൊസിഷനാണ്. പണ്ട് ലാംബെട്ര സ്കൂട്ടറിൽ തെണ്ടി നടന്നുകൊണ്ട് ഗൗരിയമ്മയുടെ അടുത്ത് ഒരു ഷാപ്പ് തരുമോ എന്ന് ചോദിച്ച ഈ എരപ്പാളി, ഇങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അയാൾ എരപ്പാളിത്തരമാണ് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയും. ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അതാണ് ഈ പറയുന്നത്. ഞാൻ പല ഭാഷകളും മലയാളികൾ ആഗ്രഹിക്കുന്നത്, കേരള സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല ഭാഷകളും പറയാൻ ഞാൻ ആക്ച്വലി അതിന് മുതിരേണ്ടതാണ്. പക്ഷെ ഞാനത് പറയുന്നില്ല. കാരണം അത്രയും മാന്യരായിട്ടുള്ളവർ കാണുന്ന ഒരു ചാനലാണിത്. നിങ്ങളെപ്പോലുള്ളവരടുത്ത് ഇയാളുടെ ഭാഷയിൽ പറയാൻ അറിയില്ല. അയാൾ ശ്രീലമ്പടൻ എന്ന് പറഞ്ഞു. ഇയാളുടെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളി, അയാൾ ശ്രീലമ്പടനല്ലേ? നമുക്കറിയില്ല തുഷാർ വെള്ളാപ്പള്ളിയെ പറ്റി ഇയാൾ പറഞ്ഞിരിക്കുന്ന ഭാഷ എന്തായിരുന്നു? എനിക്കറിയാം, വ്യക്തമായിട്ട് എനിക്കറിയാം, നാട്ടുകാർക്കറിയാം, ഈ മരിച്ചുപോയ മഹേഷനർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ എന്താണ് തേഞ്ഞു തീർന്നതെന്ന് ഇയാൾ പറഞ്ഞ വാക്കാണ്, സ്വന്തം അച്ഛൻ പറഞ്ഞ വാക്കാണ്. പിന്നെ നരേന്ദ്രമോദി അമിത്ഷയുടെയും പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഹുങ്ക് കാണിക്കരുത്. ഇയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ കേരളത്തിലെ ഈഴവർക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രായം 90 കഴിഞ്ഞു. ആ പ്രായത്തെ ബഹുമാനിക്കുകയാണ്. ഇനിയെങ്കിലും ഇയാൾ ഈ തന്തയ്ക്ക് പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. അയാൾ ഇപ്പോൾ തന്നെ ബലിക്കാക്കി വരെ കൊതിപ്പിച്ചു കിടക്കുകയാണ്. ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത് ഘടകവിരുദ്ധമായിട്ടാണ് ഇയാൾ ഹാഷ്മിജി. ഇല്ലല്ല സ്വാമി, Sir, I'll tell you one thing. You just forget about the Swami or the sannyasi part of Bhadranand. But if you are dealing with these anti-nationals, if you are dealing with these, criminals, നമ്മൾ ആ രീതിയിൽ തന്നെ ആവണം. ക്രൂരത കൊണ്ട് മാത്രമേ നേരിടാൻ പാടുള്ളൂ. ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. ഇന്നലെ ഞാൻ ഇയാളുടെ നാട്ടിൽ വന്നിട്ട് ഇയാൾ പറഞ്ഞു ഇയാളുടെ നാട്ടിൽ വന്ന് ഇയാൾ കരിച്ചു കളയുമെന്ന് പറഞ്ഞു. ഇയാൾക്കും ഇയാളുടെ ഗുണ്ടകൾക്കും ഇയാളുടെ മോനും ഇവരൊക്കെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഞാൻ ഇപ്പോഴും കൊച്ചി തന്നെയുണ്ട്. ഇന്നലെ ഞാൻ അവിടെ SP-യുടെ അടുത്ത് വന്ന് ഞാൻ ചോദിച്ചു, 124 ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ മഹേഷിൻ്റെ കേസിൽ ഇയാളും ഇയാളുടെ മകനും അശോകനും പ്രതിയായിട്ടുള്ള കേസിൽ FIR ഇട്ടിട്ടുണ്ട്. ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ട് ആണെങ്കിൽ ഓക്കെ. ഇതൊന്നും ചെയ്യാതെയാണ് ഇവരെ പിടിച്ച് ഈ പുരസ്കാരം കൊടുത്തു. രാജ്യത്തിന്റെ പരമോന്നത സിവിൽ പുരസ്കാരം പത്മഭൂഷൺ കൊടുത്തു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരള പോലീസ് 2 തവണ പത്മ അവാർഡ്സിനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് യേശുദാസിനെക്കാളും നല്ലപോലെ പാട്ട് പാടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ക്യാൻസൽ ചെയ്തതിൻ്റെ ഒരു സിമ്പിൾ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അയാൾ മദ്യപിച്ച് റോട്ടിൽ കിടക്കുകയാണെന്നുള്ള ഒരൊറ്റ കുറ്റത്തിൻ്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ 124 ക്രിമിനൽ കേസിൽ പ്രതിയായ ഇയാൾക്കെതിരെ എങ്ങനെയാണ് ഇവിടുത്തെ സർക്കാർ, ഇടതും വലതുമായിട്ടുള്ള സർക്കാർ, എന്തിൻ്റെ ബേസിലാണ് ഇയാൾക്ക് ഈ സാങ്ഷൻ കൊടുത്തത്? ആരാണ് ഈ നരേന്ദ്രമോദി? ഞാനും ബഹുമാനിക്കുന്നതാണ്. ബിക്കോസ് ഐ എം ഓൾസോ എ സ്വയം സേവക്. ഞാൻ ഇവിടുത്തെ സംഖ്യയല്ല, ഞാൻ യഥാർത്ഥ സ്വയം സേവക്കാണ്. ഇവിടുത്തെ BJPയിലുള്ള അങ്കിൾ ബണ്ണായിട്ടുള്ള ആ രാജീവ് ചന്ദ്രശേഖറും അതുപോലുള്ള ബാക്കിയുള്ളവരും ഈ പറയുന്ന ഈ പിമ്പായിട്ടുള്ള ഇയാളുടെ ഈ മകൻ്റെ സേവനവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇവരുടെ നിന്ന് കൈപ്പറ്റിയിട്ട് ഇതുപോലുള്ള ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ ഇവിടെ ഈ പരമോന്നതമായിട്ടുള്ള ഈ പറയുന്ന പത്മ അവാർഡ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം എന്താണ്? ശ്രീനാരായണ ഗുരുദേവന് ഇത് കിട്ടിയോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് കിട്ടിയോ? അല്ലെങ്കിൽ എത്രയോ മഹത്തരമായിട്ടുള്ള ആൾക്കാരുണ്ട്. മമ്മൂട്ടിയെ പോലും അപമാനിക്കുന്ന വിധത്തിലല്ലേ ഈ നാറയ്ക്ക് പിടിച്ച് ഈ അവാർഡ് കൊടുത്തുകൊണ്ട് ഇത് കിട്ടിയത്?
അല്ല ശ്രീ ഭദ്രാനന്ദ, ഇവിടെ അങ്ങയുടെ ഭാഷയുടെ ഉത്തരവാദിത്തം അങ്ങേക്ക് മാത്രമാണ്, അങ്ങ് പറയുന്നതിന് ഉത്തരവാദിത്തം അങ്ങേക്ക് മാത്രമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ നമ്മൾ ഈ രാജ്യത്തിന്റെ ഈ പരമോന്നത പുരസ്കാരം ഒന്നും നമ്മളെല്ലാവരും ആദരിക്കുന്നതാണ്, വില വെക്കുന്നതാണല്ലേ. ഒരു അങ്ങേക്ക് എനിക്കാണെങ്കിലും അതിപ്പോൾ അത് കിട്ടുന്ന ആർക്കാണെങ്കിലും അത് രാജ്യം കൊടുക്കുന്ന മഹാപുരസ്കാരമാണ്. ആ പുരസ്കാരത്തെ പോലും ഇദ്ദേഹം അവമാനിച്ചു. എങ്ങനെയാണ് കാശ് കൊടുത്ത് ആർക്കും കിട്ടുന്നതാണ്? എനിക്ക് ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞ ആളാണ് നേരത്തെ. സാർ, ഇത് രാജ്യം കൊടുക്കുന്നതല്ല ഹാഷ്മിജി. അതെ ഹാഷ്മിജി, ഇത് രാജ്യം കൊടുത്തതല്ല, ഇത് ഇവിടുത്തെ BJP-യിലെ എംബോക്കികൾ കൊടുത്ത അവാർഡാണ്. അവർ വിചാരിക്കുന്നത് ഈ പറയുന്ന ഒരു കുലംകുത്തി, ഒരു പരനാറി, ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ്, അതുകൊണ്ട് ഐ ക്യാൻ യൂസ് ദാറ്റ് ടേം. ഈ കുലംകുത്തി, ഈ പരനാറി ഈ കസാരയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇയാളോട് ഇത്രയും ദേഷ്യം വരാൻ കാര്യം, ഒരു പാവപ്പെട്ട ഒരു ആ കുഞ്ഞിന് 5000 രൂപ ക്യാപിറ്റേഷൻ കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ട് നിന്റെ അമ്മയുടെ പണി എന്താണെന്ന് ചോദിച്ചു ഇയാൾ. അപ്പോൾ പറഞ്ഞു തൊണ്ട് ചെത്തുകയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ നിന്റെ അമ്മയുടെ പണി ചെയ്യുമെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അന്ന് വെച്ച് കെട്ടിയതാണ് ഇയാളോടുള്ള എൻ്റെ ഒരു സൗഹൃദം. ഇയാൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ആരുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരായിരിക്കണം? ഈഴവനായിട്ടുള്ള ഞാൻ ഒരിക്കലും ഈ ജാതി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ജാതി ചോദിക്കരുത് പറയരുതെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ചിത്രത്തിൻ്റെ താഴെ ഇരുന്നുകൊണ്ട് ജാതിയും വർഗീയതയും പറഞ്ഞു നടക്കുന്ന ഇയാൾക്ക് എന്താണ് ഗുരുധർമ്മത്തെ പറ്റി അറിയുക? ശ്രീനാരായണ ഗുരുവിനെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാണിയാശാനാണ്. നാണിയാശാന്റെ ചെറുമോനാണ് ഞാൻ. ശ്രീനാരായണ ഗുരു 1928 കന്നി 5-ൽ സമാധിയായെങ്കിൽ ആ 28 തിരിച്ചിടുന്ന കന്നി 5 1982 ജനിച്ചവനാണ് ഞാൻ. എൻ്റെ അപ്പൂപ്പനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ഗ്രഹസ്ഥ ശിഷ്യനായ നാണിയാശാൻ. ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ്. എനിക്കുള്ള റൈറ്റ് അത്രയും ഉള്ളതുപോലെ ഇവിടെ ശിവഗിരിയിൽ പോലും ആർക്കും ചോദിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അവിടുത്തെ ശാശ്വതികാനന്ദ സ്വാമി ആയിക്കോട്ടെ, സൂക്ഷ്മാനന്ദ സ്വാമി ആയിക്കോട്ടെ, സച്ചിദാനന്ദ സ്വാമി ആയിക്കോട്ടെ, അവിടുത്തെ മഹത്തരമായിട്ടുള്ള ഏതൊരു ഗുരുതുല്യരായിട്ടുള്ള സന്യാസികൾ പോലും ഭദ്രാനന്ദനെ അത്രയും മാത്രം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ശിവഗിരിയോ SNDPയോ ഞാൻ കൊതിച്ചിട്ടില്ല. ഇവർക്കൊക്കെ പവറാണ് വേണ്ടത്. ഞാൻ വീണ്ടും പറയുകയാണ് ഹാഷ്മിജി, ഇയാളെ ഒരു കാരണവശാലും കേരളത്തിലെ ഇടതനോ വലതനോ BJPയോ അംഗീകരിക്കാൻ പാടില്ല. ഇയാൾക്ക് ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ക്വാളിറ്റി ഇല്ല. അതിനേക്കാളും വൃത്തികെട്ടവനാണ് ഇയാളുടെ മകൻ. ഇത് നരേന്ദ്രമോദി അല്ല, ഇത് അമിത്ഷാജി അല്ല. ആരാണെങ്കിലും ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യും. ഏറ്റവും കൂടുതൽ ലെറ്റ് മീ കൺക്ലൂഡ് വൺ സെക്കൻഡ്. ഇപ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരു സാധനം അവിടെ കൊണ്ടുവച്ചു. കറുത്ത പൂച്ച, കറുത്ത കാക്ക, കറുത്ത പശു, കറുത്ത എല്ലാ ജീവികളെയും കൊന്ന് ആഭിചാരം ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇയാൾ ഇപ്പം നരേന്ദ്രമോദിക്ക് കൊണ്ടുകൊടുത്ത ആ കറുത്ത വിഗ്രഹത്തിൽ എന്തുമാത്രം നെഗറ്റീവ് എനർജീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. നരേന്ദ്രമോദിയുടെ കട്ട പുകയാണ് വരാൻ പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. അല്ല, നമുക്കറിയാത്ത കാര്യമാണ്. ഇത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ് അങ്ങ് പറയുന്നതൊക്കെ, അങ്ങ് പറഞ്ഞ വാക്കുകളൊക്കെ. എന്തായാലും ഈ പറയുന്ന എന്താണ് താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ഇത് ശ്രീനാരായണ ഗുരുവിന്റെ ഏതെങ്കിലും ആദർശാശയങ്ങൾ അദ്ദേഹം പിന്തുടരുന്നുണ്ടോ? സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനത്ത് പറയുന്ന ഭാഷയാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ അങ്ങനെ തന്നെയാണ് താനും. ഞാൻ അങ്ങനെ എത്താം. CK വിദ്യാസാഗർ, ഇവിടെ ഭദ്രാനന്ദ കുറച്ച് കടന്ന ഭാഷ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മാത്രം അറിവുള്ള, നമുക്ക് ഉത്തരവാദിത്തം കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ചില അപ്രിയ സത്യങ്ങൾ കൂടി അദ്ദേഹം ഉറപ്പായും പറയുന്നുണ്ട്. CK വിദ്യാസാഗർ, നേരത്തെ VR അനൂപ്, VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി തമ്മിൽ ഇണക്കമിണക്കൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മൈക്രോ ഫിനാൻസിൽ തട്ടിപ്പ് തുടങ്ങിയതിന് ശേഷം VS അച്യുതാനന്ദന് ഒരു തരത്തിൽ കോംപ്രമൈസ് നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, VSന്റെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഒറ്റ കുറ്റപത്രമെങ്കിലും 10 വർഷത്തിന് ഇപ്പോൾ സാധ്യമായത്. അന്നൊരു സമരമുഖത്ത് VSനൊപ്പം താങ്കളുണ്ട് ശ്രീ വിദ്യാസാഗർ. അദ്ദേഹം പറയുന്നുണ്ട് 600 കോടി അനധ്യാപക വിദ്യാർത്ഥി നിയമനത്തിന് വാങ്ങിയ 500 കോടി മൈക്രോ ഫിനാൻസിൽ കടം കൊടുത്തു എന്ന് പറഞ്ഞ 5015 കോടി അടക്കം 11,015 കോടി രൂപ ആ സഹോദരിമാരോടും അധ്യാപകരോടും ശേഖരിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ട് ശ്രീ വെള്ളാപ്പള്ളി. അനധികൃതമായി കോഴപ്പണമായത് വാങ്ങിയതാണ്. അത് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ജാഥ എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ പണം ഏൽപ്പിക്കണം എന്ന് VS ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. അങ്ങ് ആ സമയത്ത് VSന്റെ ഒപ്പം നിൽക്കുന്നുണ്ട് CK. അത്രയൊന്നും പോണ്ട. പാവങ്ങളെ പറ്റിച്ച 15 കോടി എന്താണ് അതിന് മറുപടി വേണം, അന്വേഷണം ഉണ്ടാവണം. അതിൻ്റെ അന്വേഷണം ഏതാണ്ട് ചില സ്പീഡായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതല വഹിക്കുന്ന സൂപ്രണ്ട് ഓഫ് പോലീസ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയുണ്ടായി. അതിൽ അവർക്കെല്ലാം ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു വാദമുണ്ട്, ഒരു ഉയർത്തുന്ന വാദം.
അതായത് ചെക്ക് മൂലം ബാക്ക്വേർഡ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി ചെക്ക് മൂലം ഞങ്ങൾ യൂണിയനിലേക്ക് കൊടുത്തു. യൂണിയൻകാർ അത് ദുരുപയോഗം ചെയ്ത് എന്തൊക്കെയോ ക്രമക്കേടുണ്ടാക്കി. അതിൽ എനിക്കെന്താ, ഞാൻ എന്ത് ചെയ്യാനൊക്കും, എനിക്കെന്ത് പേഴ്സണൽ ലയബിലിറ്റിയാണുള്ളത് എന്ന മട്ടിൽ വളരെ നിഷ്കളങ്കമായ പ്രഥമദൃഷ്ടിയാ കേട്ടാൽ ആകർഷകമായി തോന്നുന്ന വാദമുഖങ്ങൾ ഇങ്ങനെ അച്ഛനും മകനും ഇങ്ങ് ഡൽഹിയിലും പോയിട്ട് ഇതേപോലെയുള്ള വാദമുഖങ്ങൾ ഉയർത്തുകയുണ്ടായി. മിസ്റ്റർ ഹാഷ്മി, ഐ ടെൽ യു, അതിനകത്ത് വളരെ വലിയ ഒരു കൗശലമുണ്ട്. ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിൻ്റെ സാധ്യത മനസ്സിലാക്കിയ വെള്ളാപ്പള്ളി ആവിഷ്കരിച്ച ഒരു വലിയ 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 ഒരു 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 വിദ്യ, ഈ മൈക്രോ ഫൈനാൻസ് നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു കമ്പനി ഉണ്ടാക്കണം എന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് തീരുമാനിച്ചു. യോഗത്തിൻ്റെ കൗൺസിൽ തീരുമാനിക്കുന്നു. അതിൻ്റെ മിനിറ്റ്സ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. യോഗം കൗൺസിൽ 2003 9/8/2003 തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ യോഗം കൗൺസിലും എസ് എൻ ട്രസ്റ്റും കൂടി സംയുക്തമായിട്ട് കമ്പനി ഉണ്ടാക്കാം. അതിനുവേണ്ടി സംയുക്തമായിട്ട് ഈ രണ്ട് സംഘടനകളുടെയും കൂടി എക്സിക്യൂട്ടീവുകൾ കൂടി തീരുമാനമെടുത്തു. അതനുസരിച്ച് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് വി ഹാഡ് ഇൻട്രസ്റ്റഡ് ദ മാറ്റർ വിത്ത് താജുദ്ദീൻ അസോസിയേറ്റ്സ് ട്രിവാൻഡ്രം. അവരത് തയ്യാറാക്കി. അതുകൊണ്ടൊന്ന് ഞങ്ങളെ അവതരിപ്പിച്ച് പ്രോജക്ടറൊക്കെ വെച്ച് എല്ലാവരെയും കാണിച്ച് എല്ലാവരും കൈയടിച്ച് സന്തോഷം. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് പിന്നെ അപേക്ഷ കൊടുക്കുക മാത്രമേ വേണ്ടിയിരുന്നു. അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ. കാരണം ഞാനൊരു 10-50 കൊല്ലമായിട്ട്, അന്ന് 50 ഇല്ല എന്നാലും കുറേ അധികം വർഷങ്ങളായിട്ട് ക്രിമിനൽ സൈഡിലും സിവിൽ സൈഡിലുമൊക്കെ ട്രയൽ കോടതികളിൽ അഭിഭാഷകത്വം ചെയ്ത് ഓടി നടക്കുന്ന കാലമാണ്. അപ്പോൾ ഇതുപോലെ കേസുകളിൽപ്പെട്ട പല സംഭവങ്ങളും വരികയും പലരെയും ഡിഫെൻഡ് ചെയ്യുകയും പലരും പെട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ ധാരാളം ജീവിതാനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജനറൽ സെക്രട്ടറി, നമുക്കിങ്ങനെ കണ്ടമാനം പണം ഈ മോഹൻ ശങ്കർ കൊണ്ടുതരും. മോഹൻ ശങ്കർ അന്ന് ബാക്ക്വേർഡ് കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹം ആദ്യത്തെ 50 ലക്ഷം വന്ന് കൊണ്ടുതരുന്നത്. നമ്മളിങ്ങനെ മേടിച്ച് ഒപ്പിട്ടേച്ച അവസാനം ഇത് നേരാമണ്ണം നടന്നു പോയില്ല. നമ്മൾ നേരിട്ടല്ലല്ലോ, യൂണിയനുകളിലേക്ക് ഇത് കൊടുക്കുന്നു. യൂണിയൻകാർ ഇത് നേരാമണ്ണം ചെയ്തില്ല എങ്കിൽ 100 സംവത്സരങ്ങളാ കൊണ്ട് നമ്മുടെ പൂർവികർ കരുതി വെച്ച് സമ്പത്തിൻ്റെ മുകളിലാണ് നമ്മളിരിക്കുന്നത്. അതിനെ കൊള്ളയടിച്ച് വെച്ച് പോയവരാണ് നമ്മൾ. ഇന്ന് നമുക്ക് പേരുദോഷം വരും. അതുകൊണ്ട് നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി ഉണ്ടാക്കി നല്ല ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ നടത്തിയാൽ അതുകൊണ്ട് അപകടമുണ്ടാവില്ല. അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ചെറിയ പണമല്ലേ പോവുള്ളൂ, നമുക്ക് റിസ്ക് ഇല്ലല്ലോ. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനങ്ങളും എല്ലാം, അതിൻ്റെ എല്ലാം മിനിറ്റ്സ് എല്ലാം ഉണ്ട്. ആ മിനിറ്റ്സ് എല്ലാം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുക്കുകയുണ്ടായി. ആ തീരുമാനം നടപ്പാക്കിയില്ല. അത് നടപ്പാക്കാം, അത് ഞാൻ കൊടുത്തു. ആ തീരുമാനം മനഃപൂർവ്വം നടപ്പാക്കിയില്ല. കാരണം ബൈ ദ ടൈം അങ്ങനെ കമ്പനിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൈയിട്ട് വരാൻ എളുപ്പമല്ല. അതിന് പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടാവില്ലേ, അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട മാനേജർമാരുണ്ടാവില്ലേ. അപ്പോഴാണ് വെള്ളാപ്പള്ളി ആ തീരുമാനം പൂർത്തിവെച്ചു. ആ തീരുമാനം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. SNDP യോഗത്തിൻ്റെ 2003 4 മിനിറ്റ്സ്, 3 യോഗം കൗൺസിലിൻ്റെ 4 മിനിറ്റ്സ് ഞാനും കൂടി ഒപ്പിട്ട മിനിറ്റ്സാ. അത് ഇങ്ങോട്ട് എടുത്താൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാകുമെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറൊന്നുകൂടെ ഉണ്ട്. ഇത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ചെയ്ത ഒരു പണിയും കൂടി ഉണ്ട്. കണിച്ചകുളങ്ങരയിൽ നിന്ന് പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ യോഗം കൗൺസിലിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം എടുപ്പിച്ച് എല്ലാ യൂണിയനുകളിലേക്കും, വലിയ യൂണിയനുകളിലേക്ക് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു. ആ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ചെന്ന് പിന്നെ മൈക്രോ ഫൈനാൻസ് നടത്തുന്നത്. യൂണിയൻകാരെ മാറ്റി നിർത്തി. അങ്ങനെ പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ടുള്ള യോഗം കൗൺസിലിൻ്റെ തീരുമാനം കോട്ട് ചെയ്യുന്ന ഒരു നിയമന ഉത്തരവാണ്. കണിച്ചുകുളങ്ങരക്കാരൻ ഒരു അജി എന്ന് പറയുന്ന മനുഷ്യനെ അടിമാലി SNDP യൂണിയനിലേക്ക് വിട്ടു. അയാൾ അവിടെ ചെന്നിരുന്ന് നടത്തിയിട്ട് അവിടെ നിന്ന് പണം പിരിച്ചുകൊണ്ടുപോയി. യോഗം പറഞ്ഞ പോലെ ഞാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ 3/4 കോടിയുടെ, ഒരു യൂണിയനിൽ 3/4 കോടിയുടെ അഴിമതി ഉണ്ടായി. അതിലെ യൂണിയൻ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ ഇവിടെ വന്ന് മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കി. അവരകത്തുപോയി. അവസാനം ഈ അജി മാത്രം മുൻകൂർ ജാമ്യം നേടി എന്തൊക്കെയോ പറഞ്ഞിട്ട്. അയാൾ മുൻകൂർ ജാമ്യം നേടാൻ വേണ്ടിയിട്ട് കോടതിയിൽ എഴുതി കൊടുത്ത ഹർജി എൻ്റെ കയ്യിലുണ്ട്.
അതിൽ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ അവിടെ പോയി പണം വാങ്ങിച്ച് യോഗത്തിൽ നിന്ന് പറഞ്ഞതുപോലെ ഞാൻ അതെല്ലാം കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിരപരാധിയാണ് എന്നാണ് അയാളുടെ വാദം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ ദേവനാരായണ, ഇത് അയാൾക്ക് യൂണിയൻകാർ കൃത്രിമം കാണിച്ചതാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാനാണ്. പറ്റത്തില്ല. മാത്രമല്ല 15 കോടി കെ മഹേഷൻ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാണ്. മഹേഷിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് പോയി, അദ്ദേഹം പോയ സ്ഥലങ്ങളൊക്കെ അരിച്ചു പറക്കി. ലാസ്റ്റ് എത്രയോ ലക്ഷങ്ങളുടെ കടമാണ് മഹേഷിന്റെ അക്കൗണ്ടിൽ. മോട്ടിച്ചവൺ എവിടെയെങ്കിലും കാണണ്ടേ? അന്തരീക്ഷത്തിൽ ആവിയായി പോകും അത്രയും കോടി. അത്രയും ശിവപ്രസാദ് ശ്രീ പദ്മനാനന്ദ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി കൊടുത്ത വിഗ്രഹത്തിൽ ഏതെങ്കിലും ആഭിചാരത്തിന് നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നാലും എനിക്കറിയില്ല. പക്ഷേ വിഗ്രഹം കൊടുക്കാനുള്ള ഒരു വാതിൽ അവിടെ ഓപ്പണാണ്. ഇനി അതും പോരെങ്കിൽ ഇവിടെ BJP-യുടെ ഘടകകക്ഷിയാണ് അദ്ദേഹത്തിന്റെ മകൻ. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ സൈഫണം, ആയിരക്കണക്കിന് കോടികൾ സൈഫൺ ഓഫ് ചെയ്തു എന്ന ആരോപണം ഉയർന്നാലും 2,78,00,000 രൂപയ്ക്ക് വേണ്ടി വരുന്ന ED അവിടെ വരത്തില്ല. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ പിണറായി വിജയനും മുന്നണിയൊക്കെ പോയ ഭരണകാലത്ത് ഏത് രീതിയിൽ അദ്ദേഹത്തെ ഉള്ളം കയ്യിൽ കൊണ്ടുവരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. വെള്ളാപ്പള്ളിക്ക് അഹങ്കരിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ശ്രീ ഷാബു. അവിടെയും പിടി ഇവിടെയും പിടി. അഹങ്കരിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരുടെ ഓരോ സ്വഭാവം പോലിരിക്കും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നൊന്നുമില്ല. അഹങ്കാരം എന്ന് പറയുന്നത് ചില മനുഷ്യരുടെ DNA-യിലുള്ള സ്വഭാവമാണത്. ഇനി അവൻ എത്ര ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അഹങ്കാരി വിൽ ബി ഓൾവേസ് അഹങ്കാരി. അത് വിട്, അതല്ലല്ലോ കാര്യം. ഇവിടെ താങ്കൾ ഈ പറഞ്ഞതുപോലെ പ്രകാരം ഇതിന് എന്തായാലും ഇങ്ങനെ ഈ വെള്ളാപ്പള്ളിയെ പോലൊരു മനുഷ്യന് ഈ പത്മ പുരസ്കാരമൊക്കെ കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ആ കാഴ്ച വേദനയോടെയാണ് ഹാഷ്മി കണ്ടത്. അതായത് KT തോമസ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. എൻ്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയ ആളാണ്. കേരളത്തിൻ്റെ നീതിശോഭയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഈ ഇതേപോലെ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരാളുടെ ഒപ്പം ഇരിക്കേണ്ടി വന്ന് പുരസ്കാരം വാങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഈ പറഞ്ഞ പോലെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആർക്കും വിഷമം തോന്നുന്നൊരു കാര്യമാണത്. ഹാഷ്മിക്ക് അറിയാമല്ലോ എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ളത്, എങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാറുള്ളത് എന്നും അറിയാമല്ലോ. ഞാൻ തന്നെയാണ്, എൻ്റെ ആ നിലപാടിനൊന്നും ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഇത് പറയാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഇതിന് സത്യത്തിൽ BJP വലിയ വില കൊടുക്കേണ്ടി വരും കേരളത്തിൽ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പം ചിലപ്പം ഈ പുരസ്കാരങ്ങളുടെയൊക്കെ പിന്നിൽ പല രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൻ്റെ അകത്തുനിന്ന് മാറി നിൽക്കാനൊന്നും എല്ലാ പാർട്ടിക്കും ഒന്നും കഴിയില്ല. അങ്ങനെയുള്ള ചില പ്രതീക്ഷകളുടെയൊക്കെ പുറത്തായിരിക്കാം, അങ്ങനെയുള്ള ചില പരിഗണനകളുടെയൊക്കെ പുറത്തായിരിക്കാം ഈ വെള്ളാപ്പള്ളിക്ക് ഈ അവാർഡ് കൊടുത്തത്. ഇനി എന്തു തന്നെ ആയിക്കോട്ടെ, ഇതുപോലെ തന്നെയായിരുന്നു പണ്ട് നമ്പിനാരായണനും അവാർഡ് കൊടുത്തത്. എന്നിട്ട് എന്ത് ഗുണമുണ്ടായി? അത് പത്മ പുരസ്കാരങ്ങളൊക്കെ അങ്ങനെ വില കുറഞ്ഞ സാധനമാക്കി മാറ്റണോ ശ്രീ ഷാബു? ഒന്നാമത് വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്നു, രണ്ടാമത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ പുരസ്കാരങ്ങളുടെ ഗ്ലോറി പോവല്ലേ? മോശമാണ്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി നമുക്കറിയാം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പത്മ പുരസ്കാരങ്ങളുടെയൊക്കെ കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ അധികം എന്നാൽ ഒരു തരത്തിലുള്ള ലൈം ലൈറ്റിലും ഇല്ലാത്ത സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല പത്മ പുരസ്കാരങ്ങളുടെയൊക്കെ ആ ഒരു കൊടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ. എന്നാൽ അത് 100% പെർഫെക്റ്റ് അല്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഈ വെള്ളാപ്പള്ളിയും നമ്പിനാരായണനും ഒക്കെ അതൊരു വാസ്തവമാണത്. അങ്ങനെയുള്ള ചില പൊളിറ്റിക്കൽ കൺസിഡറേഷനും ചിലപ്പോൾ കേന്ദ്ര സർക്കാരിനായാലും BJP-ക്കായാലും ഒക്കെ വഴങ്ങേണ്ടി വരും. അത് ഒരിക്കലും ആരോഗ്യകരമായ ഒരു കാര്യമല്ല, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട് ഹാഷ്മി. ഓക്കെ ശ്രീ അനൂപ്, ഇത് നമ്മുടെ ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ 2003 മുതൽ 15 വരെ നീണ്ടു കിടന്ന മാരകമായ തട്ടിപ്പാണ്. വായ്പക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? പാവങ്ങൾ, സാധുക്കൾ. അവർക്ക് ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് തങ്ങളറിയാതെ തങ്ങളുടെ പേരിൽ വായ്പ ഉണ്ടെന്ന് ആ പാവങ്ങൾ പോലും അറിയുന്നത്. വ്യാജ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, വ്യാജരേഖ കൊണ്ട്, ഇതൊക്കെ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിൽ വന്നാണ്. CK വിദ്യാസാഗർ അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിൻ്റെ പക്കൽ പല തെളിവുകളുണ്ടല്ലോ. നമുക്കറിയേണ്ടത് പോയ 10 വർഷം ഈ അന്വേഷണത്തിലൊക്കെ കണ്ട മാന്യം, അങ്ങേയറ്റത്തെ അലംഭാവം, അങ്ങേയറ്റത്തെ നവോത്ഥാന സമിതി നായകനെതിരെ ഈ പറഞ്ഞ തട്ടിപ്പ് എന്താണ് പിടിച്ചാകത്തിട്ട് എങ്ങനെ ഇരിക്കും? ആ ഒരു ധർമ്മസംഘടന അവർക്കുണ്ട്. എന്താണ്, കേരളത്തിന് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ മാരകമായ തട്ടിപ്പിൽ അകത്ത് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് നാണക്കേട് ആർക്കാണ്? LDF തന്നെയാണല്ലോ. അതുകൊണ്ടാവണം ആ ധർമ്മസങ്കടം.
ആ ധർമ്മസങ്കടം ഈ സർക്കാരിനില്ല എന്ന് വരും ദിവസങ്ങളിൽ കേരളം കാണുമോ, അതോ പോയ സർക്കാരിന് തുടർച്ചയാകുമോ ഈ വിഷയത്തിൽ VD സർക്കാർ? ശ്രീ വി ആർ അനൂപ്. കാശ്മി, ഞാൻ തുടക്കത്തിലെ പറഞ്ഞെടുത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ ഒരു പേടിയുമില്ല, പേടിക്കേണ്ട കാര്യവുമില്ല. പിന്നെ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്ന ആരാ? VM സുധീരൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അങ്ങോട്ട് പോയി കണ്ട് എന്നെ ശാസിക്കാൻ അധികാരമുള്ള നേതാവാണെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയ ആളാണ്. അപ്പോൾ VM സുധീരനെ പോലൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അത്തരമൊരു ആവശ്യം ഉന്നയിച്ചാൽ അത് ചവിറ്റുകൊട്ടയിലാകില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, ഒരു സംശയവും വേണ്ട. അത് കൃത്യമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒന്ന്, അദ്ദേഹം നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് അല്ല. ഇവിടെ നിങ്ങളെ അധിക്ഷേപിക്കാവുന്നതിന്റെ പരമാവധി അധിക്ഷേപിച്ച ഒരു നേതാവിനെ ജയിച്ചു കഴിഞ്ഞ് മന്ത്രിയായപ്പോൾ പോയി അനുഗ്രഹം വാങ്ങാൻ തോന്നലുണ്ടാവുന്ന ഒരു മന്ത്രിസഭയിലുണ്ടെന്നേ. അപ്പോൾ ആ ഉൾത്തോന്നലുള്ള എത്ര പേരുണ്ട്? അതുകൊണ്ടാണല്ലോ നമ്മുടെ ആശങ്ക. ശ്രീ വി ആർ ശരി, VD സതീശൻ പറഞ്ഞു ഈ പറഞ്ഞ വർഗീയവാദികൾ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും അതല്ലാത്ത ആൾക്കാരെ കൂട്ടത്തിലുണ്ടല്ലോ. എല്ലാവരോട് ചേർന്നാണല്ലോ ഈ പറഞ്ഞ സർക്കാർ മന്ത്രിസഭ. അല്ല ഹാഷ്മി, ഇവിടെ അങ്ങ് തന്നെ വേറൊരു കാഴ്ചയും കണ്ടില്ലേ? ആലപ്പുഴയിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സൗകര്യമില്ലെന്ന് രമേശ് ചെന്നിത്തലയും M ലിജുവും പോലുള്ള ആളുകൾ അറിയിച്ചു. ഇപ്പം ഈ പറയുന്ന ബഹുമതിയുമായി നേരത്തെ പറഞ്ഞ പത്മവിഭൂഷന്റെ വലിയ തിളക്കവുമായി വന്ന അദ്ദേഹത്തിന്റെ സ്വീകരണ യോഗത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്താ? 2 മന്ത്രിമാർ അതിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് അറിയിച്ചു. പിണറായി വിജയനെ പോലെ പോയി പ്രസംഗിച്ച് ക്യാബിനറ്റ് മന്ത്രിമാരുടെ 1/2 ഡസൻ മന്ത്രിമാരുമായിട്ട് പോയി അദ്ദേഹം സരസ്വതി കടാക്ഷമുള്ള നാവിൻ്റെ ഉടമയാണെന്ന് സർട്ടിഫൈ ചെയ്യുകയല്ലോ. കൃത്യമായ നിലപാടല്ലേ? സ്വീകരണ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നു, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മന്ത്രിമാർ മാറി നിൽക്കുന്നു. അപ്പം ഞങ്ങളുടെ ആ കാര്യത്തിലൊക്കെ ഈ പറയുന്ന കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞെടുത്ത് നിൽക്കുക, ഞങ്ങൾക്ക് തൊടാനൊരു പേടിയുമില്ല. അത് തെളിയിക്കപ്പെടും. VM സുധീരൻ്റെ ഒന്നും ഒരു പരാതിയും ഒരു ആവലാതിയും ഒരു അഭിപ്രായവും അങ്ങനെ ചവിറ്റുകൊട്ടയിലേക്ക് പോകില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് അതിൻ്റെ തെളിവ്. അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കേട്ടുകൊണ്ട്, അർഹിക്കുന്ന ഗൗരവത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകും. ഒരു സംശയവും വേണ്ട. ഹാഷ്മിക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, ഈ കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. വൈകലുണ്ടാവില്ല. എന്തിനാണ് അമാന്തം? ഇക്കാര്യത്തിൽ ഇനി സംശയമുണ്ടോ? ഇക്കാര്യത്തിലൊക്കെ SIT വേണം. SIT ബാക്കി ഇപ്പം എത്ര SIT ഉണ്ടായി? രക്ഷാദൗത്യത്തിൽ ഉടനെ SIT ഉണ്ടായി, കാഫർ സ്റ്റേഷൻ ഉടനെ SIT ഉണ്ടായി. ഉള്ള കാര്യങ്ങളിലൊക്കെ SIT ഉണ്ടാവുന്നുണ്ടല്ലോ. എന്താ DP ജയരാജൻ SIT വരാൻ പോകാന്നാ പറയുന്നത്? ഇക്കാര്യത്തിൽ SIT വേണോ എന്ന ഒരു ഉപസമിതി വെച്ച് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? CVR ഇല്ലല്ലോ, ഉണ്ടോ? അല്ല ഹാഷ്മി, അതൊക്കെ ഭരണപരമായൊരു തീരുമാനമാണ്. അത് എനിക്ക് ചാനൽ ചർച്ചയിൽ എന്നെ പോലെ ഒരാൾക്ക് വന്ന് അന്വേഷണം ഏത് രൂപത്തിലായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഇക്കാര്യത്തിലൊക്കെ അർഹിക്കപ്പെടുന്ന, മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. VM സുധീരനെ പോലെ ഒരാൾ അത്തരമൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിച്ചുകൊണ്ടേ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകാൻ കഴിയൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, VM സുധീരൻ ഞങ്ങളുടെ നേതാവാണ്, അദ്ദേഹത്തെ കട്ടപ്പുറത്ത് കയറ്റി എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ആരാണ് കട്ടപ്പുറത്ത് കയറുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ ദിവസം കേരളത്തിൽ ഒരു ദിവസം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ അവരുടെ നിലപാടുകളാണ് കട്ടപ്പുറത്ത് കയറുന്നത്. മറിച്ച് വലിയ ആദർശ രാഷ്ട്രീയത്തിൻ്റെ വലിയ അരനൂറ്റാണ്ടിലേറെ കാലമുള്ള ചരിത്രമുള്ള VM സുധീരനെ പോലുള്ള ആളുകളെയൊന്നും മാർക്കിടാൻ വെള്ളാപ്പള്ളി ആയിട്ടില്ല. 98-ൽ പരാജയപ്പെടുത്താൻ ജില്ലാ സമ്മേളനം വിളിക്കുകയും അതിന് സമാന്തരമായി VM സുധീരൻ സമ്മേളനം വിളിച്ച് വെള്ളാപ്പള്ളിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിയ ഒരു ജയിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് VM സുധീരനെ അളക്കാൻ മാർക്കിടാൻ വെള്ളാപ്പള്ളി തൽക്കാലമായിട്ടില്ല. P. ഉഷാദേവി അവരുടെ കത്തിൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നത് ഇങ്ങനെയാണ്: സാധാരണക്കാരെ എനിക്ക് നീതി ഉറപ്പുവരുത്തേണ്ടത് താങ്കളെ പോലുള്ള ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ആയതിനാൽ സത്യസന്ധരും നീതിമാന്മാരുമായ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കേസിന് അന്വേഷണ ചുമതല ഏൽപ്പിച്ച് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് അവർക്ക് ശിക്ഷ ഉറപ്പാക്കി എനിക്കും എൻ്റെ കുടുംബത്തിനും നീതി ഉറപ്പുവരുത്തണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഭരണകൂടത്തോടുള്ള ന്യായയുക്തമായ നീതിയുക്തമായ ഒരു വിധവയുടെ അഭ്യർത്ഥനയാണത്. സർക്കാർ കേൾക്കണം, ഇല്ലെങ്കിൽ ജനം വിലയിരുത്തും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.